ഞാൻ കോളേജിൽ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. കാറിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ വീണ് കിടക്കുന്നു. അവിടെ നിങ്ങൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. നല്ല രസമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ ബസ് വന്നു. ആ ബസ് അപ്പുറത്ത് 2 സ്റ്റോപ്പ് അപ്പുറം അവൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കോളേജിലോട്ട് വരുന്ന യാത്രാ ദൂരം അല്ലെങ്കിൽ യാത്രാ സമയം എന്ന് പറയുന്നത് ഏകദേശം 50 മിനിറ്റാണ്. ഇവിടുന്ന് നമ്മളൊരു 10 മിനിറ്റ് ബസ്സിലിരിക്കും. അപ്പോൾ ആ ബസ് കയറാൻ നടത്തമാണ്. രാവിലെ 11 മണിക്കാണ് ക്ലാസ്. 9:45 ഇറങ്ങി. പുല്ലിൻ്റെ മുകളിൽ ഐസ് വീണ് കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നമ്മുടെ ടെമ്പറേച്ചർ വരുന്നത് -2. ഇങ്ങനെ ചെറിയ കാറ്റ് വീശും. അപ്പോൾ നല്ല രസമാണ്. മഞ്ഞിൻ്റെ ടെക്സ്ചർ ഉണ്ടോ, ക്രിസ്റ്റൽ പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ മഞ്ഞിരിക്കുന്നത് അടിപൊളി. നല്ല സൂര്യനൊക്കെ ഉള്ളപ്പോഴേ സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് കണ്ടോ എന്താ രസം നോക്കി. ഇതുകൊണ്ട് വരുന്നു നമ്മുടെ ബസ്. ഈ കാണുന്നതാണ് വീടിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ട് കളി കണ്ടിട്ടില്ല. മെട്രോയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇതേ പോകുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് വേ ആണ് ഈ ഒരു സ്റ്റേഷനിലേക്കുള്ളത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം. നമുക്ക് പാസ് ഉണ്ടെങ്കിൽ അല്ലാതെ പോകാം. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കടയുണ്ട്. ഒരു വലിയ അണ്ടർഗ്രൗണ്ടിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഇവിടെ ആക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ ഞെക്കിയാലേ ഡോർ തുറക്കത്തുള്ളൂ. തുറന്നു വരും. ഈ സൈഡിൽ മെട്രോ ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ സീറ്റും ഇപ്പുറത്തെ സൈഡിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എല്ലാ കാഴ്ചകളും കണ്ട് നല്ല വിശാലമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ കോളേജ് സ്റ്റോപ്പ് വന്നിറങ്ങി. ഇവിടെ റോഡിൽ ഫുള്ള് നമുക്കിങ്ങനെ ഉപ്പ് വിതരേക്കുന്ന കാണാൻ പറ്റും. ഈ ഉപ്പ് നമ്മുടെ മഞ്ഞ് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞത്തുള്ള വേറെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മഞ്ഞ് അലിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള ഐസായിട്ട് കിടക്കും. അപ്പോഴത്തേക്ക് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. എത്രായിരം പേര് ഒരു വർഷം മഞ്ഞിൽ തെന്നി വീണ് മരിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ന്യൂസ് പറയുന്നത് കേട്ടോ. കോളേജിൻ്റെ സൈഡിലുള്ള മനോഹരമായ ഒരു പുഴ അതുകൊണ്ട് അവിടെ ഇങ്ങനെ കാണാൻ പറ്റും. സിംഗിൾ ഡോർ കാറുകളുണ്ട് കണ്ടോ. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ഡോറ്. ബാക്കിൽ ഡോറില്ല. ബാക്കിലോട്ട് ആൾ കയറണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സീറ്റിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പുറകോട്ട് കയറിയിട്ട് വേണം ഫ്രണ്ടിൽ ആളിരിക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ കാറുകളുണ്ട്. രണ്ട് കിടപ്പുണ്ട്. ഒരു വൈറ്റ് കാർ ഉണ്ടോ, അവിടെ കിടന്ന ബ്ലൂ ഉണ്ടോ, അത് സിംഗിൾ ഡോർ. എല്ലാവരുടെയിലും കാണുന്നൊരു വണ്ടിയാണ് ഈ മിനി കൂപ്പർ. ഇവിടെ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു വണ്ടിയാണ്. കോളേജിൽ ഇത്രയും പിള്ളേർ ഇങ്ങനെ ഒരുമിച്ച് ഇപ്പോഴാണ് കാണുന്നത്. ആകെ കുറച്ച് പേരെങ്കിലും നടക്കുന്ന മാത്രം കാണാറുണ്ട്. പക്ഷേ ഇവിടെ നിറച്ച് പിള്ളേർ. കോളേജിൻ്റെ എൻട്രൻസ് ഇതാണ്. ഇവിടെ ഇങ്ങനെ കാർഡ് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഡോർ തുറന്നു വരും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന ഒരു ഏരിയ ഇവിടെ ഒക്കെ വന്നിരുന്ന് നമുക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഇവിടെ ഇങ്ങനെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ സ്പേസ് അത്. നമ്മുടെ ക്ലാസ് വരുന്നത് 4ാമത്തെ ഫ്ലോറിലാണ്. നേരത്തെ കാണിച്ച ആ സ്പേസ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോ റൂം നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റൂം നമ്പറിലൊക്കെ ആയിരിക്കും നമുക്ക് ക്ലാസ്സുകൾ വരുന്നത്. ഇതേപോലെ വാഷ്റൂം കാണും. നമുക്ക് വാഷ്റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായ വാഷ്റൂം ആയിരിക്കും. വലിയ കണ്ണാടിയും പരിപാടിയും. അപ്പം ഇങ്ങനെ നല്ല വിശാലമായ വാഷ്റൂം, നല്ല വൃത്തിയുള്ള വാഷ്റൂം ആയിരിക്കും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം. അങ്ങനെ വെള്ളം എടുത്ത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ കാണുന്ന എൻ്റെ ക്ലാസ് റൂം. നമ്മളിത് ഇവിടെയാണ് ടാപ്പ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ക്ലാസ് റൂം. ഇരിക്കുന്നതാണ് സാറ്. കണ്ടോ, ഈ കാണുന്നതാണ് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ. അത് ഇന്നും ആരും വന്നിട്ടില്ല സത്യത്തിൽ. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ആ കാണുന്ന തരുന്ന നമ്മുടെ ക്ലാസ് റൂം. നമ്മളവിടെ നിന്ന് വെളിയിറങ്ങി. ക്ലാസ്സിലാകെ മൊത്തം 20, 25, 30 പേരോളമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ക്ലാസ്സിലാകെ ഞങ്ങളൊരു 7, 9 പേരേ ഉള്ളായിരുന്നു. മലയാളികൾ തന്നെ ഒരു 3-4 പേരുണ്ട്. ആരും വന്നിട്ടില്ല. കോളേജിലേക്കുള്ള ബസ്സാണ്. ഈ ബസ്സിൽ നമുക്ക് ID കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഈ ബസ്സിൽ ഇത് കോളേജിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു വിൻറ്റേജ് ഒരു പഴയ പള്ളി കാണാൻ പറ്റും കോളേജിൻ്റെ ഫ്രണ്ടിൽ. ഇത് കോളേജിൻ്റെ വേറൊരു ബിൽഡിങ്. പിന്നെ ഇതോ ആ കാണുന്നത് കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടുത്തെ കോളേജുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ പല പല സെക്ഷനും പല ഏരിയകളിലായിട്ടാണ്. അപ്പോൾ ഈ കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ഈ കോളേജിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തായിരിക്കും മിക്കവാറും എൻ്റെ ക്ലാസ് വരുന്നത്. പിന്നെ ലാബ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ബിൽഡിങ്ങിൻ്റെ അകത്ത്. കോളേജിൻ്റെ പുറകിലുള്ള മനോഹരമായ ഒരു പുഴയാണ്. ആ പുഴയുടെ അപ്പുറത്തായിട്ട് റോഡും പിന്നെ കുറേ വീടുകളും പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നിരുന്നൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കഴിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല. 2 മണിക്കൂറൊക്കെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് കൊണ്ടുവരുന്ന കാര്യം തന്നെ ഇല്ല. ആദ്യം കുറച്ച് ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ കഴിക്കുമായിരുന്നു. എന്തായാലും തണുപ്പ് കുറവായിരുന്നു. ഇപ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പള്ളിയുടെ അതുവഴി കയറിപ്പോവാം. നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ്. ഈ കാണുന്ന ആ പള്ളിയുടെ മുന്നിൽ നിന്നുള്ളൊരു കാഴ്ച ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം 1300 വർഷത്തോളം
ക്രിസ്ത്യൻ ആരാധന നടന്നിട്ടുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. അതുകൂടാതെ 674 AD പണിഞ്ഞൊരു പള്ളി. മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ എവിടെ ഇങ്ങനെ ഐസായിട്ടിരിക്കുന്നുണ്ടോ, വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് ഐസ് കൂടിയിരിക്കുന്നുണ്ടോ. നമുക്ക് എപ്പോഴത്തേം പോലെ ഫ്രണ്ടിൽ പോയി കയറാം. 2 മിനിറ്റ് കാണിക്കുന്നുണ്ട് മെട്രോ വരാനായിട്ട്. പോരും. നാട്ടിലെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് 2018 സമയത്ത് ഞാൻ കുറേ ഏറെ നടന്നതാണ്. പക്ഷേ ആ സമയത്ത് പല കാരണങ്ങളുണ്ട് അത് നടന്നില്ല. തട്ടത്തിമറത്തെ സിനിമയിൽ പറയുന്ന പോലെ പടച്ചവനോട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നാലും പുള്ളിക്കാരനൊന്നും മറക്കില്ല.